ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോ ആണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും ടേസ്റ്റി ആയതുമാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കുക, കുറേ നേരം മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ചിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിനെ ഒരു കൈ കൊണ്ടോ എന്തോടെന്ന് വെച്ചാൽ ഉടച്ചു കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു കൈയിലോണ്ട് ഉടച്ചു കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് കുഴച്ചിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് എരിവിനും വേണ്ടിയിട്ടാണ്. കാശ്മീരി മുളക് പൊടിയല്ല, പിന്നെ ഇത് സാധാ മുളക് പൊടിയാണ്. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, അങ്ങനത്തെ ഉള്ളി അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഒരു പിടിയോളിലും മല്ലിച്ചപ്പ് ആവശ്യമുണ്ട്. എന്നിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് അതിൻ്റെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് കോൺഫ്ലോർ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് നല്ലോണം കൈ വെച്ച് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ട് ഒരു നല്ലൊരു മയപ്പെടുത്തുന്ന പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഇതേപോലെ നല്ലോണം കുഴച്ചിട്ട് മയപ്പെടുത്തുന്ന പോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈൻ്റെ ഉള്ളം കൈയിലേക്ക് കുറച്ച് ഓയിലിങ്ങനെ തടവി കൊടുത്തതിന് ശേഷം ഞാനിതിപ്പോൾ ബോൾ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ സ്ക്വയർ ഷേപ്പിലാ പരത്തിയിട്ട് അങ്ങനെയും ചെയ്യാം. പിന്നെ ഓവൽ ഷേപ്പിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ബോൾ ഷേപ്പിൽ ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 എണ്ണം ഇവിടെ ഉരുട്ടുന്ന കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ ഉരുട്ടിക്കൊണ്ട് കാണിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. അപ്പോൾ ഇതന്നെ എന്തേന്ന് വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് നമുക്ക് ഇതിനെല്ലാം കൂടെ ഒന്ന് ബോളാക്കിയിട്ട് ഉരുട്ടിയിട്ട് എടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കി നോക്കുക, അപ്പോൾ അറിയാൻ പറ്റും. എളുപ്പത്തിലാവുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഇതെല്ലാ ബോളും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എണ്ണ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന്. ആ എണ്ണ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങിൻ്റെ ബോളെല്ലാം ഓരോന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ നമുക്ക് അതിലോട് പിടിപ്പിച്ച് കൊടുക്കാൻ നിൽക്കേണ്ട. ഉരുളക്കിഴങ്ങിൻ്റെ സംഭവം ആയതുകൊണ്ട് അതിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും കയ്യിലേക്ക്. അപ്പോൾ ഞാനിത് കുറച്ച് ഇതായതിന് ശേഷം 2 മിനിറ്റിന് ശേഷം അങ്ങനെ വെച്ചിട്ടായിട്ട് ഒരു കയ്യിലോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിടിപ്പിച്ച് മറിച്ചും തിരിച്ചും തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത വോയിസ് അല്ലാണ്ട് ഞാൻ വോയിസ് റെക്കോർഡാൻ ചെയ്യല്. ഇപ്പം ഞാൻ ഇത് മ്യൂട്ടാക്കാണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ സൗണ്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയാണ്. അപ്പോൾ ഈടെ ഞാനിത് സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് എന്താക്കി, അപ്പോൾ ഇവിടെ മക്കളെ അതിൻ്റെ സൗണ്ട് കൊണ്ട് ഭയങ്കര സൗണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വോയിസ് മ്യൂട്ടാക്കി. പുറം ഭയങ്കര ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടാണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.